ഹായ് ഫ്രണ്ട്സ്, എന്നത്തെ പോലെ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ കൊച്ചു കുട്ടികൾക്ക്, വലിയവർക്കായാലും കൊച്ചു കുട്ടികൾക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അറിയാവുന്നുള്ള ആരായാലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, നിങ്ങളെ കമൻറ്റ് കണ്ടിട്ട് ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ പോവാം വീഡിയോയിലേക്ക്. ബാ, ഞാനിവിടെ ഇതുമാതിരി ഒരു ബോൾ എടുത്തിട്ടുണ്ട്. കണ്ടോക്ക്, ഒരു ബോൾ എടുത്ത് അതിലോട്ട് ഞാൻ 1 ലിറ്റർ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. 1 ലിറ്റർ പാൽ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. 1 ലിറ്ററാണ് 1 ലിറ്റർ പാൽ. നിങ്ങൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ചേർക്കുക. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1 ലിറ്റർ പാൽ ഞാൻ ചേർത്ത് കൊടുത്ത്, അടുത്തത് 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. 4 മുട്ട കണ്ടല്ലോ. 4 മുട്ട അതിലോട്ട് നമുക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. 1 2 3 4. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം, മുട്ട നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണം. മുട്ട അതിൻ്റെ ഉള്ളിൽ കേടില്ലാന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നോക്കണം. നല്ലതാണ്, അതിൻ്റെ മഞ്ഞക്കരുവൊന്നും ഉടഞ്ഞു പോയിട്ടില്ല എന്നുണ്ടെന്ന് തോന്നണമെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ ചേർക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതിന്ന് രാവിലെ ഇത് ഉണ്ടാക്കി കഴിച്ച് ഫ്രഷ് മുട്ട ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചത്. ഓക്കെ, ഇതെല്ലാം കൂടെ ഞാൻ ഹാൻഡ് മെഷീൻ വെച്ചിട്ട് ഒരു പിടി പിടിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒരു പിടി മെഷീനിലോട്ട് അങ്ങോട്ട് പിടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര കൂടുതൽ ചേർക്കണ്ട. ഞാൻ ചെറിയ ടീസ്പൂണാണ്, അര വെച്ചാണ് എടുക്കണം. 1 2 3 4 ഇപ്പോൾ 1/2 ടീസ്പൂൺ ഇത് കണക്കാക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. ടീസ്പൂണല്ല, ടേബിൾ സ്പൂണാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറാണ്, അത് ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് എല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ ഒരു പിടി പിടിക്കാൻ പോവുകയാണ് നിങ്ങളടുത്ത് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തത് വാനില പൗഡറാണ്. വാനില പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില പൗഡർ 1/2 ടീസ്പൂൺ. അത് കൂടിപ്പോയി, അത്രയും വേണ്ട, കുറച്ച് മതി, ഫ്ലേവറിന് മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്ത്, അടുത്തത് ഉപ്പ്. അതിലോട്ട് ഞാൻ ഉപ്പില്ലാത്ത കളിയില്ലല്ലോ, ഏതിനാണെങ്കിലും നമുക്ക് ഉപ്പുണ്ടല്ലോ, വേണമല്ലോ. ഉപ്പില്ലാത്ത കളിയേ ഇല്ല. അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത്, അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതെല്ലാം ഞാൻ ഇതിലോട്ടിട്ട് നമുക്കൊന്ന് ഇത് വിസ്ത് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൈദ അതിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ടയൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയാണ് ഞാൻ ഇത് വെച്ച് ഇളക്കി കൊടുക്കുന്നത്. കണ്ടോ, ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇത്രയും ഈ മാവിന് ലൂസായിട്ടിരിക്കണം. ഇതിനാവശ്യമുള്ള മാവ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ലൂസായിട്ടിരിക്കണം. 2 കപ്പ് മാവ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മെഷീൻ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കുറച്ച് ലൂസാവണം. പാൻകേക്ക് അത്രയും ടൈറ്റ് ആവരുത്, അതിനേക്കാളും കുറച്ച് ലൂസായിരിക്കണം ഈ മാവ്. അപ്പോഴാണ് നമുക്കിത് ചുട്ടെടുത്തിട്ട് ഇതിനകത്ത് ചോക്ലേറ്റ് ജാമ എന്തായാലും നമുക്ക് വെച്ച് ഇത് ഫോൾഡ് ചെയ്തെടുക്കേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഞാൻ പേര് പറയില്ല, പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. കണ്ട, അപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് മെഷീൻ വെച്ച് ഒരു പിടി പിടിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഹാൻഡ് മെഷീനാണ്. കണ്ടല്ലോ, ഹാൻഡ് മെഷീനാണ്. ഇത് വെച്ചാണ് ഞാനിത് ഒന്ന് അടിച്ചെടുക്കാൻ പോണത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്ലെൻഡറിൽ അടിച്ചാലും മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ വിസ്റ്റ് വെച്ച് കലക്കിയാലും മതി, കുഴപ്പമില്ല. ബിസ്മില്ല. ഇതിവിടെ ഞാൻ അടിച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാ കട്ടകളെല്ലാം ഉടഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കട്ടകളെല്ലാം ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു
3 ടീസ്പൂൺ ബട്ടർ മൾട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടു നോക്കി. അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതാ ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് ബ്ലെൻഡർ കൊണ്ട് ഒന്ന് അടിച്ചെടുക്കണം. കണ്ട, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. അപ്പോൾ വീണ്ടും നമുക്കിത് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കണ്ടല്ലോ, ഇതിവിടെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ കോരി കാണിച്ചു തരാം. ഇതാണ്ട ഇതിൻ്റെ പരുവം ഇതാണ്. ഇതുപോലെ ലൂസായിട്ടിരിക്കണം. കണ്ടല്ലോ, കുറത്ര ലൂസായി ഇരുന്നാൽ നമുക്ക് നല്ലതുപോലെ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. കട്ടിയായാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് തോന്നൂല. ഇതാണ് അതിൻ്റെ പരുവം. കണ്ടോട്ടെ. ഇത് എന്നിട്ട് നമുക്ക് ഒരു റെസ്റ്റ് ചെയ്യാൻ ഒരു 25 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. കണ്ടല്ലോ, ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ അടിച്ചു വെച്ച മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ടൈമെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് നമുക്ക് പേരില്ലാത്തൊരു സാധനമാണ്. ഞാൻ പറഞ്ഞു പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് നമുക്കൊന്ന് ചുട്ടെടുക്കണ്ടേ? അപ്പോൾ ചുട്ടെടുക്കാൻ പോവാന്താ. ഞാൻ ഇതുപോലൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് മാവ് കോരി ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം. കണ്ടു നോക്കിക്കേ. അതൊന്ന് ചൂടാവട്ടെ. ഗ്യാസ് ഓണായിട്ടുണ്ട്. ശകല എണ്ണ തടവിയതിന് ശേഷം മാവ് ഇതായിരിക്കുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെ മാവുണ്ട്. അപ്പോൾ അടുത്തോട്ട് വെച്ചിട്ട് വേണം മാവ്, അല്ലെങ്കിൽ ഗ്യാസിലൊക്കെ വീഴുന്ന ഭയങ്കര പാടാണ് വൃത്തിയാക്കാൻ. വൃത്തികേടായി പോകും. കുറച്ച് മാവ് ഇതിലോട്ട് കോരുക. ബിസ്മില്ല ഇതൊഴിക്കുക. ഇത് നല്ലപോലെ ചുറ്റിയിട്ട് ബാക്കി മാവ് അതിലേക്ക് തന്നെ ഒഴിച്ച് കട്ടി കുറച്ച് ചുട്ടെടുക്കണം. കണ്ടോ, ഇതുപോലെ കട്ടി കുറച്ച് നൈസായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. കേട്ടല്ലോ, കണ്ടല്ലോ നിങ്ങൾ. അതിവിടെ ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. കണ്ടോ, ഇതുപോലെ എടുത്തിട്ട് കൈ കൊണ്ട് എടുത്തിട്ട് ചെറുതായിട്ട് എടുക്കണം. എടുത്തിട്ട് ഇതുപോലെ എടുത്ത് തിരിച്ച് മറിച്ചങ്ങിട്ട് കൊടുക്കണം. അപ്പോൾ കൈ കൊണ്ടാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് തിരിച്ച് എടുത്ത ഉടനെ മറിച്ചങ്ങിട്ട് കൊടുത്താൽ മതി. കനം കുറച്ച് ചുട്ടെടുക്കണം കേട്ടോ. ഇതുപോലെ എടുത്ത് മറിച്ചങ്ങിട്ട് കൊടുത്താൽ മതി. അടിഭാഗം നല്ലതായിട്ട് കുക്കാവണമെന്നില്ല. കുക്കാവും, നല്ല സൂപ്പർ കുക്കാവും. കളറാവണമെന്നില്ല. ഞാനിവിടെ ഒരു ഡിഷ് പേപ്പർ വെക്കുന്നു. ഡിഷ് പേപ്പറിൻ്റെ മുകളിലോട്ട് ഇതെടുത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നു. കണ്ട, ഇതിവിടെ ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കണം. അടുത്തത് ഞാൻ മാവ് കോരി കുറച്ച് മാവേ ഒഴിക്കാവും. ഇതാ ഇല്ല, തീയും കുറച്ചിടണം. ഉടച്ചിട്ട് ഇതുപോലെ നമുക്ക് ചുട്ടെടുത്തും കൊണ്ട് വരാം. അടുത്തത് ഞാൻ ചുട്ട് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് എടുക്കാം. എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ എടുത്തിട്ട് തട്ടി തിരിച്ചങ്ങിട്ട് കൊടുത്താൽ അയ്യോ അത് പൊടിഞ്ഞുപോയി, അയ്യോ അത് വിട്ടുപോയി, നല്ലതായിരുന്നു പൊട്ടുപോയി കേട്ടാ, സോറി, അതങ്ങനെ തന്നെ കിടക്കട്ട്, അതൊന്ന് പൊടിഞ്ഞുപോയി. നല്ല പൊടിയാതെ കിട്ടും. എൻ്റെ സ്പൂണേറി കൊണ്ടതാണത്. പൊടിയാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ തന്നെ കിട്ടും. കനം കുറച്ച് കണ്ടല്ലോ നിങ്ങൾ, ഇതുപോലെ തന്നെ കിട്ടും. പക്ഷെ ഞാൻ എടുത്തപ്പം കുറച്ച് സ്പൂണ് കയറിക്കൊണ്ട് എൻ്റെ ഉണ്ടല്ലോ. വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി. ഇത് എൻ്റെ സ്പൂൺ കൊണ്ട് അവിടെ കൊണ്ടാണ് അത് പൊടിഞ്ഞു പോയത്. അടുത്തരം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
നമുക്കിത് എടുത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട്. കണ്ടല്ലോ ഞാൻ ചുട്ട് നിരത്തിയിട്ടേക്കുന്ന പേരില്ലാത്ത സാധനം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അത് ഞാൻ സ്ട്രോബെറി ജാം എടുത്തിട്ടുണ്ട്, നൂത്തല്ല ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തേക്കാനായിട്ട്. കണ്ടല്ലോ, നമുക്കെങ്കിൽ പോകാം അത് തേച്ച് കൊടുക്കാനായിട്ട്. അതവിടെ തന്നെ കിടന്നോട്ടെ. ഇത് ഇങ്ങനെ വെച്ചും കൊണ്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിതുപോലെ ഓരോന്ന് എടുക്കാം. ഇതിൻ്റെ ബോർഡിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് നൂത്തല്ല എടുക്കുക, ഇതിലോട്ട് സ്പ്രെഡ് ചെയ്യുക. ഇതാണ് മക്കളെ പേരില്ലാത്ത സാധനം. ഇതെന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ, വേറെ ഒരു സാധനവും വേണ്ട. പിന്നെ ഒരു നൂത്തല്ല ചോക്ലേറ്റ്, അതിന് കുറച്ച് എക്സ്പെൻസീവാണ്. ഇതിങ്ങോട്ട് മടക്കിയിട്ട് ഇത് തിരിച്ച് മടക്കുക. കണ്ടോ നിങ്ങൾ? കാണുന്നില്ലേ നിങ്ങൾ? കണ്ടല്ലോ. അപ്പം മടക്കിയിട്ട് ഇതുപോലൊരു പ്ലേറ്റ് എടുക്കുക, ഇതിലോട്ട് അങ്ങോട്ട് സർവ് ചെയ്യുക. കണ്ടോ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതിടുക, ഒരെണ്ണം എടുത്തിടുക, കുറച്ച് നൂത്തല്ല വയ്ക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നൂത്തല്ല വെച്ച് കൊടുക്കുക. നൂത്തല്ല ചോക്ലേറ്റാണ്. എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അവിടെ ഇവിടെയൊക്കെ കയറി പിടിക്കും കേട്ടോ. കണ്ടല്ലോ, പെരട്ടമ്പഴത്തേക്ക്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. കണ്ട, ഇതുപോലെ നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കണം. കണ്ട, ഇത്രയേ ഉള്ളൂ. ഇത് മടക്കിയിട്ട് ഈ പ്ലേറ്റിലോട്ടെടുത്ത് സർവ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഒന്നും കൂടി കാണിച്ചു തരാം. ഓവർ ചോക്ലേറ്റ് വേണ്ട കേട്ടോ, ഒരു മിനിമം വെച്ച് കൊടുത്താൽ മതി. ചുറ്റിയിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എല്ലാം പ്ലേറ്റിലോട്ട് വെച്ചിട്ട് ഇതമ്മങ്ങോട്ട് സർവ് ചെയ്യാം. കണ്ടല്ലോ, എല്ലാം ഇതുപോലെ ചെയ്തുകൊണ്ട് വരാം. കണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കി ഇതുപോലെ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാം ഞാൻ അടുക്കി വെച്ചു. അത് പോട്ട് കണ്ടല്ലോ, പേരില്ലാത്തൊരു ഐറ്റം. കണ്ടോക്കി, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കണ്ടോക്കി കാണി, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു സിറപ്പും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു റോസ് സിറപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിതൊന്ന് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെ ഒന്ന് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഈ സിറപ്പ് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. കണ്ടോ, നോക്കിക്കാണി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം. അത്രയും നല്ല ഒരു ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പറയാണ്, ഇതുപോലെ നല്ല നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് വരണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടേ പറ്റുള്ളൂ. നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.